Hi everyone, how are you beautiful people? This is me Sumaya and welcome back to my video. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഈ മിസ്റ്റേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ കാര്യം എനിക്കറിയാം ഇതിപ്പോൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവൾ ഇത്രയ്ക്ക് മന്ദബുദ്ധിയായിരുന്നു എന്ന് മറ്റുള്ളവർ ചിന്തിക്കും. അതിലൊന്നും കുഴപ്പമില്ല. നമ്മൾ തെറ്റുകളിൽ നിന്നാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നത്, റൈറ്റ്? അപ്പം ഞാൻ ഒരു മിസ്റ്റേക്ക് ചെയ്തു. അത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കൂടെ അത് നിങ്ങളും കൂടെ ഒന്ന് കോഷ്യസ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചെയ്തൊരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സോ റീസെൻ്റ്ലി ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്തു. അപ്പോൾ വീഡിയോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മുഴുവനെ കാണണം, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. അപ്പം റീസെൻ്റ്ലി ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും ഞാൻ ഫുഡ് പാറ്റേണും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചൊക്കെ മോഡിഫൈ ഒക്കെ ചെയ്ത് ഞാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ വർക്കൗട്ടും ഞാൻ ഫ്യൂ ഡേയ്സ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ഗ്രോ വിത്ത് ജോയുടെ ഒരു 10 മിനിറ്റ്സിൻ്റെ വർക്കൗട്ടാണ്. ഷി പോസ് അമേസിങ് വർക്കൗട്ട് വീഡിയോസ്. അത് എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. ഗ്രോ വിത്ത് ജോയുടെ യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് 10 മിനിറ്റ്സ് ഞാൻ ഓവർ വെയിറ്റ് ആയതുകൊണ്ട് 10 മിനിറ്റ്സിൻ്റെ ഒരു വർക്കൗട്ട് വീഡിയോ ആണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. ബട്ട് ആളുടെ വർക്കൗട്ടിൻ്റെ ഇത് ചെയ്തുകൊണ്ട് എനിക്ക് യാതൊരു ഇഷ്യൂസും ഉണ്ടായില്ല. ബട്ട് ഞാൻ 2 ദിവസം മുന്നേ തൊട്ട് മിസ്റ്റർ ലണ്ടൻ എന്ന് പറഞ്ഞ യൂട്യൂബറിൻ്റെ നിന്നുകൊണ്ടുള്ള ആം വർക്കൗട്ട്സിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാനത് ചെയ്തു. മെനഞ്ഞാന്നാണ് ഞാൻ ചെയ്തത്. 2 ദിവസം മുന്നേ ഞാൻ ചെയ്തു. ആൻഡ് ചെയ്ത വേലയ്ക്ക് എനിക്കൊരു ചെറിയ സ്ലൈറ്റ് രീതിയൊരു ഇഞ്ചറി പറ്റി. ആൻഡ് ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ഏകദേശം ഒരു ഐ തിങ്ക്സ് ഒരു 6-7 എക്സർസൈസുകൾ ഉണ്ടായിരുന്നു. ഓരോ എക്സർസൈസും 45 സെക്കൻഡ് വെച്ച് ചെയ്യേണ്ടതാണ്. ആൻഡ് അതിൽ വെയ്റ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മിസ്റ്റർ ലണ്ടൻ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന 500 ഗ്രാംസിൻ്റെ 1 kgയുടെയാണ്. അപ്പോൾ ഞാൻ 500 ഗ്രാംസിൻ്റെ വെയിറ്റ് വെച്ചിട്ടാണ് ഞാൻ വർക്കൗട്ട് തുടങ്ങിയത്. ബട്ട് അത് ഞാൻ ചെയ്ത ഫസ്റ്റ് മിസ്റ്റേക്കാണ്. നിങ്ങൾ വർക്കൗട്ട് തുടങ്ങുന്നവരാണെങ്കിൽ ഒരിക്കലും ആദ്യമേ തൊട്ടേ വെയ്റ്റ്സ് യൂസ് ചെയ്യരുത്. അത് 500 ഗ്രാമിൻ്റെ വെയിറ്റ് ആണെങ്കിലും ദി ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ഡോണ്ട് യൂസ് എനി വെയ്റ്റ്സ്. വെയ്റ്റ്സുകൾ ഇല്ലാതെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിലോ വല്ലതും പോവുകയാണെങ്കിൽ ഒരു ട്രെയിനർ, നിങ്ങൾക്കൊരു ട്രെയിനർ ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ട്രെയിനറിൻ്റെ ഇൻസ്ട്രക്ഷനോടെ വെയ്റ്റ്സ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അത് ട്രെയിനർ ഉള്ളപ്പോൾ ട്രെയിനർ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരും. ഇത് ട്രെയിനറൊന്നുമില്ല. ഞാനിവിടെ വീഡിയോ കണ്ടു, എൻ്റെ കയ്യിൽ 500 ഗ്രാംസ് ഡമ്പലുണ്ടായിരുന്നു, ഞാൻ അതെടുത്ത് വെച്ച് പ്രയോഗിച്ചു. അപ്പോൾ അതുകൊണ്ട് വെയ്റ്റ്സ് യൂസ് ചെയ്യാൻ ഫസ്റ്റ് മിസ്റ്റേക്ക്. ആൻഡ് സെക്കൻഡ് തിങ്, ഞാൻ അതിൽ 5 സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ 2 സെറ്റേ ചെയ്തുള്ളൂ. ബട്ട് എനിക്ക് തോന്നുന്നു 2ാമത്തെ സെറ്റ് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ബിക്കോസ് ഓവർ സ്ട്രെയിൻ കൊടുത്തു. അപ്പോൾ ഓവർ സ്ട്രെയിൻ കൊടുത്തത് സെക്കൻഡ് മിസ്റ്റേക്ക് ആയിരുന്നു. ആൻഡ് തേർഡ് മിസ്റ്റേക്ക് എൻ്റെ പോസ്ചർ കറക്റ്റ് അല്ലായിരുന്നു. കാരണം നിന്നുകൊണ്ടുള്ള ആം വർക്കൗട്ട്സ് ആണെങ്കിലും നമ്മൾ ഡംബൽസ് വെച്ച് വെയ്റ്റ്സ് വെച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് ആംസ് ആവട്ടെ ലെഗ്സ് ആവട്ടെ എന്തും ആവട്ടെ, നമ്മൾ ഏത് ബോഡി പാർട്ട് നമ്മൾ വെയ്റ്റ്സ് വെച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ പോലും പോസ്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കറക്റ്റായിട്ടുള്ള പോസ്ചർ അല്ലെങ്കിൽ എന്നെ പോലത്തെ അബദ്ധങ്ങൾ പറ്റും. അപ്പം ഇത് 3ഉം എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് പറ്റി. അത് കാരണത്താൽ എനിക്ക് വേദന, ബുദ്ധിമുട്ട്, കൈ മടക്കുമ്പോൾ വേദന, കൈ പിരുത്തി വെക്കുമ്പോൾ വേദന, കൈ പൊക്കുമ്പോൾ വേദന, എൽബോയുടെ പോർഷൻ ലെഫ്റ്റ് സൈഡ് പോർഷൻ. ഞാൻ ആം വർക്കൗട്ട് ഐ നോ ഗ്രോ വിത്ത് ജോയുടെ ഫുൾ ബോഡി വർക്കൗട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് കൈക്ക് വണ്ണം കണ്ടാൽ അറിയാമല്ലോ, കൈക്ക് എനിക്ക് വണ്ണം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആംസിൻ്റെ വർക്കൗട്ട് സെപ്പറേറ്റ്ലി ചെയ്യാമെന്ന് കരുതിയത്. അങ്ങനെയാണ് മിസ്റ്റർ ലണ്ടൻ്റെ വർക്കൗട്ട് ചെയ്തു തുടങ്ങിയത്. ബട്ട് ഹി പോസ്റ്റ് അമേസിങ് വീഡിയോസ്. ഓക്കെ, ലേഡീസിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് നല്ല വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് മിസ്റ്റർ ലണ്ടൻ്റെ ഇഷ്യൂ അല്ല, ഇത് എൻ്റെ പ്രശ്നമാണ്, ഞാൻ കാണിച്ച അബദ്ധമാണ്, ഞാനാണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. അങ്ങനെ എനിക്ക് എൽബോയ്ക്ക് പ്രശ്നം വന്നു. ഞാൻ ഇന്ന് ഡോക്ടറിനെ പോയി കണ്ടു. ഞാൻ കാണിച്ചത് ഇവിടെ വർക്കല ശിവേരി മിഷൻ ഹോസ്പിറ്റലാണ്. വിഷ്ണു ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്. ഇതൊരു പെയ്ഡ് വീഡിയോ ഒന്നുമല്ല. ഞാൻ അവരെ പറ്റി അല്ലെങ്കിൽ ഡോക്ടറിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ പറയാമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പെയ്ഡ് വീഡിയോ ആണ്, അവരെ കുറിച്ച് പുകഴ്ത്തി പറയുന്നത്. ഡെഫിനറ്റ്ലി നോട്ട്. ആള് SP ഫോട്ടോ എന്ന് പറഞ്ഞ ഇവിടെ കൊല്ലത്താണോ ട്രിവാൻഡ്രത്താണോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ ഇരിക്കുന്ന ഡോക്ടറാണ്. ഐ തിങ്ക് വീക്ക്ലി ഒരു 2-3 ഡേയ്സൊക്കെ ഇവിടെ മിഷൻ ഹോസ്പിറ്റലിൽ OPയിൽ വരാറുണ്ട്. ഞാൻ ആളിനെയാണ് കണ്ടത്. ആൻഡ് ഈ സെഡ് ദാറ്റ് ഓക്കെ, ചെറിയ രീതിയിൽ ടെന്നീസ് എൽബോ വന്നതാണ്. അത് ഒരുപാട് സ്ട്രെയിൻ എടുത്ത് തന്നെയാണ്. വർക്കൗട്ട് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ബട്ട് തുടക്കത്തിലേ വെറുതെ സ്ട്രെയിൻ കൊടുക്കണ്ട. സോ സ്ട്രെയിൻ മീൻസ് ഒന്ന് റിപ്പിറ്റേറ്റീവ് മോഷൻസ്, ഒന്നാതെ പോസ്ചർ കറക്റ്റ് അല്ലായിരുന്നു. ആ പോസ്ചർ കറക്റ്റ് അല്ലാത്ത രീതിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ വീണ്ടും ആ സെയിം മിസ്റ്റേക്ക് തന്നെ ഇങ്ങനെ 2ാമത്തെ സെറ്റും കൂടെ ചെയ്തപ്പോൾ അത് റിപ്പിറ്റേറ്റീവ് മോഷൻസ് ആയി. ആൻഡ് വെയ്റ്റ്സും കൂടെ യൂസ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്ത മിസ്റ്റേക്കുകളാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു 1 to 2 വീക്സ് റെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം മെഡിക്കേഷൻസ് ഒക്കെ തന്നു. അത് കഴിഞ്ഞതിന് ശേഷം വർക്കൗട്ട് തുടങ്ങുക, ബട്ട് സ്ട്രെയിൻ കൊടുക്കരുതെന്ന് പറഞ്ഞു.
അപ്പം നിങ്ങൾക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ വർക്കൗട്ട് തുടങ്ങാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഓവർ വെയിറ്റ് അല്ലാത്ത ആളോ, വട്ടെവർ ഇറ്റ് ഈസ്, വർക്കൗട്ട് നിങ്ങൾ ചെയ്യാതിരുന്നിട്ട് ചെയ്തു തുടങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്നെ പോലത്തെ മിസ്റ്റേക്ക് കാണിക്കരുത്. ഞാനിത് എടുത്ത് പറയാൻ കാര്യം, ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ഞാൻ തുറന്നു പറയുന്ന കാര്യം, എനിക്കിത് നാണക്കേടൊന്നുമില്ല. പക്ഷെ ഞാനിത് പറയുന്നതിലൂടെ നിങ്ങളിത് കാണുമ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും മന്ദബുദ്ധിത്തരം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. അല്ലാതെ എനിക്കിതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ നിങ്ങളും ഇതേപോലെ മിസ്റ്റേക്ക് കാണിക്കാതിരിക്കുക. ഒരു തരത്തിലും വെയ്റ്റ്സ് യൂസ് ചെയ്യാൻ നിൽക്കരുത്. ഐ മീൻ, നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ, ബിഗിനേഴ്സ് ആണെങ്കിൽ, വർക്കൗട്ട് എന്നുള്ളൊരു വേൾഡിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ച് നിങ്ങൾ കുറേ നാൾ വർക്കൗട്ടൊന്നും ചെയ്യാതിരുന്നിട്ട് ചെയ്തു തുടങ്ങുന്ന ഒരു വ്യക്തി, മെലിഞ്ഞവരായിട്ട് തടിച്ചവരാവട്ടെ, ഓവർ ഇറ്റ് ഈസ്, നിങ്ങൾ വെയ്റ്റ്സ് തുടക്കത്തിൽ യൂസ് ചെയ്യേണ്ട. പിന്നെ ഒരു കാര്യം, ഞാനൊരു പ്രൊഫഷണലൊന്നുമല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് വെച്ചിട്ടാണ് ഞാനിതെല്ലാം പറയുന്നത്. വെയിറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ ഈ ഫ്ലോർ പുഷപ്സ്, വോൾ പുഷപ്സ് ഒക്കെ ഒഴിവാക്കുക. ബിക്കോസ് ഞാനും ഇത് ചെയ്ത് പണി കിട്ടിയിട്ടുള്ളതാണ്. എനിക്ക് റൈറ്റ് ഹാൻഡിൽ റിസ്റ്റിൽ ഏകദേശം ഒരു 4 years മുന്നേ വോൾ പുഷപ്പൊക്കെ ചെയ്തിട്ട്, പോസ്റ്റർ കറക്റ്റ് ആവാതെ വോൾ പുഷപ്പൊക്കെ ചെയ്തിട്ട് എനിക്ക് റൈറ്റ് ഹാൻഡിൽ റിസ്റ്റിൽ ലിഗമെൻറ്റിൽ ചെറിയൊരു ടയറിങ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇപ്പോഴും അത് പ്രോപ്പർലി ഹീലായിട്ടില്ല. അത് എൻ്റെ കയ്യിലിരിപ്പ് കാരണത്താൽ, അത് വേറെ ഒന്നുമില്ല. ഡോക്ടറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എൻ്റെ കയ്യിലിരിപ്പും കൂടെ വെച്ചിട്ടാണ് അത് ഹീലാവാത്തത്. എനിവേസ്, അപ്പം വെയിറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ വോൾ പുഷപ്പ് ചെയ്യേണ്ട, ഫ്ലോർ പുഷപ്പ് ചെയ്യേണ്ട, വെയിറ്റ്സ് ഉള്ള വർക്കൗട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ട. നിങ്ങളൊരു ജിമ്മിൽ പോവുകയാണെങ്കിൽ ദെൻ ഇറ്റ്സ് ഫൈൻ, ബിക്കോസ് അവിടെ പ്രോപ്പറായിട്ടുള്ള പ്രൊഫഷണൽ ട്രെയിനേഴ്സും ഉണ്ട്. സോ അണ്ടർ ദം അവർ പറയുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ബട്ട് നിങ്ങൾ വീട്ടിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന വർക്കൗട്ട്സ് ആണെങ്കിൽ വെയിറ്റ്സ് യൂസ് ചെയ്യേണ്ട, വോൾ പുഷപ്പ്, ഫ്ലോർ പുഷപ്പ്, വെയിറ്റ്സ് യൂസ് ചെയ്തിട്ട് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നോർമൽ എത്രയോ വർക്കൗട്ട്സുകളുണ്ട്. ഞാൻ ഗ്രോ വിത്ത് ജോയുടെ ഏത് വർക്കൗട്ടാണ് ചെയ്യുന്നതെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു തരാം. അപ്പം എന്തായാലും ഗ്രോ വിത്ത് ജോയുടെയും മിസ്റ്റർ ലണ്ടൻ്റെയും രണ്ടുപേരുടെ പ്രൊഫൈൽസിൻ്റെ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ ലിങ്ക്, ഞാൻ അക്കൗണ്ടിലെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. നിങ്ങൾ നോക്കുക. വർക്കൗട്ട്സിനോട് യാതൊരു ഇഷ്യൂസും ഇല്ല, നമ്മൾ ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങളാണിത്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് സംസാരിക്കുമ്പോഴേ എനിക്ക് സ്റ്റിൽ കൈ വേദനിക്കുന്നുണ്ട്. എന്തായാലും സഹിച്ചല്ലേ പറ്റൂ. അപ്പം ഇതാണ് കാര്യം. അപ്പം മറക്കാതെ ഈ മിസ്റ്റേക്കുകളൊന്നും ചെയ്യരുത്. ഓൾറൈറ്റ്. എന്തായാലും ഗ്രോ വിത്ത് ജോയുടെ വർക്കൗട്ടും എനിക്ക് ഫ്യൂ ഡേയ്സത്തേക്ക് ഇനിയിപ്പോൾ നിർത്തി വെച്ചേ പറ്റൂ. കാരണം അതിലും ഒബ്വിയസ്ലി ഫുൾ ബോഡി വർക്കൗട്ടാണ്, 10 minutes ആണെങ്കിൽ പോലും. അപ്പോൾ കൈയൊക്കെ ഒരുപാട് യൂസ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് അധികം സ്ട്രെയിൻ ചെയ്യേണ്ട, കൈക്ക് റെസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രോ വിത്ത് ജോയുടെ വർക്കൗട്ടും എനിക്കൊരു 1 to 2 weeks എനിക്ക് ഹോൾഡ് ചെയ്തേ പറ്റൂ. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇഞ്ചറീസ് ഹാപ്പൻ ചെയ്യും, എടുത്തു പറയുകയാണ്. മിസ്റ്റേക്സ് ക്യാൻ ഹാപ്പൻ, ഇഞ്ചറീസ് ക്യാൻ ഹാപ്പൻ. അതിൽ നിന്നാണ് നമ്മളെല്ലാവരും പഠിക്കുന്നത്. അത് പക്ഷേ ഇഞ്ചറി ഹാപ്പൻ ചെയ്തു, നമുക്ക് വേദന, ബുദ്ധിമുട്ട്, ഇപ്പം മസിൽ സോർനെസ് അല്ല, അതല്ലാതെ ഒരു വേദന കഴപ്പ് നമുക്ക് മനസ്സിലാവുമല്ലോ. വേദന കഴപ്പാണ് വരുന്നതെങ്കിൽ സ്റ്റോപ്പ് ദി വർക്കൗട്ട് റൈറ്റ് ദെയർ. അതും വെച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ നിൽക്കരുത്. അപ്പോഴേ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഡോക്ടർ പറയുന്നത് പോലെ കേൾക്കുക. അല്ലാതെ എന്നെ പോലെ പറഞ്ഞാൽ കേൾക്കാത്തൊരു വ്യക്തിയാവരുത്. എനിവേസ്, ഇപ്പം ഓക്കെ ദെൻ ബൈ ഗൈസ്. അപ്പം ഈ ഒരു മിസ്റ്റേക്കുകൾ ഒന്നുകൂടെ ഞാൻ വീണ്ടും പറയാണ്, വെയ്റ്റ്സ് യൂസ് ചെയ്യരുത്. ഓവർ വെയിറ്റ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾ വെയ്റ്റ്സ് ഇപ്പോൾ യൂസ് ചെയ്യുക, നിങ്ങൾ വോൾ പുഷപ്പ്, ഗ്രൗണ്ട് പുഷപ്പ്സ് ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. പിന്നെ വെയിറ്റ് ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും വർക്കൗട്ടിൻ്റെ ലോകത്തേക്ക് ഇപ്പോൾ അങ്ങോട്ട് ബിഗിനേഴ്സ് ആണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ വെയിറ്റ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട. സ്ട്രെയിനുവേഴ്സ് ആയിട്ടുള്ള ഇത് ചെയ്യരുത്. പോസ്റ്റർ ശ്രദ്ധിക്കുക, വെയിറ്റ്സ് യൂസ് ചെയ്യരുത്. ഇത്രയേ ഉള്ളൂ. ജിമ്മിനാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ട്രെയിനേഴ്സ് ഉണ്ട്, ദേ വിൽ ടീച്ച് യു, നോ പ്രോബ്ലം അറ്റ് ഓൾ. ഓൾ റൈറ്റ്. ഓക്കെ ദെൻ ബൈ. ഇനി കൂടുതൽ കഥ പറച്ചിലൊന്നുമില്ല.